ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതേ തുറവൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് ഭക്തി മാർഗത്തിലൂടെ പോകാം അല്ലേ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ അമ്പലം. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ തുറവൂർ ജംഗ്ഷനിൽ NH-66 തുറവൂർ ജംഗ്ഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് തുറവൂർ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിൽ വരുന്ന ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ഉഗ്ര നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. ഇരുമൂർത്തികളും ഒരേ നാലമ്പലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ തുല്യ പ്രാധാന്യത്തോടെയാണ് വാഴുന്നത്. തെക്കു ഭാഗത്തെ ശ്രീകോവിലിൽ സുദർശനമൂർത്തിയും വടക്കു ഭാഗത്തെ ശ്രീകോവിലിൽ നരസിംഹമൂർത്തിയുമാണ് കുടികൊള്ളുന്നത്. തന്മൂലം തന്നെ നമ്മൾ ഇവരെ യഥാക്രമം തെക്കനപ്പൻ എന്നും വടക്കനപ്പനും എന്നാണ് വിളിച്ചു വരുന്നത്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കട നമ്മളുടെ കസിൻ ബ്രദറിൻ്റെ ആണ് കേട്ടോ. അമ്പലത്തിൻ്റെ അകത്ത് തന്നെയാണ് പൂജാ സാധനങ്ങളും. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മളെപ്പോൾ ചെന്നാലും ചേട്ടനെയാണ് ആദ്യം അവിടെ വാതിക്കൽ തന്നെ കാണുന്നത്. ചേട്ടനെ കണ്ട് നമ്മൾ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് കേട്ടോ. കാരണം നമ്മുടെ ഒരു കസിൻ ഫ്രണ്ടിലുണ്ടാകുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ചേട്ടനിവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസ്, കാരണം അമ്പലത്തിൽ വരുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന കൃഷ്ണൻ്റെ മറ്റേ ലോക്കറ്റുകളും അങ്ങനത്തെ സാധനങ്ങളും പിന്നെ വഴിപാട് ഐറ്റംസ്, പഴം, നെയ്യ്, അമ്പലത്തിലേക്ക് വേണ്ട എല്ലാ വഴിപാട് സാധനങ്ങളും ഈ കടയിൽ കിട്ടും കേട്ടോ. അവിടെ നിന്ന് കയറി പിന്നെ നമുക്ക് വെടി വഴിപാടുണ്ടായിരുന്നു. ഈ അമ്പലത്തിലെ പ്രധാന ഒരു വഴിപാടാണ് വെടി വഴിപാട്. അതൊക്കെ കഴിച്ചിട്ടാണ് അമ്പലത്തിൽ കയറിയത്. അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു, പ്രദക്ഷിണമൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും മിയാനുവിന് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കിങ്ങനെ ഈ അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ അവിടെ പടിക്കെട്ടിലൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ യാനും കൊണ്ട് ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്തിരുന്ന ചേച്ചി ഒരു കദളിപ്പഴം കൊടുത്താണ് കേട്ടോ യാനുവിന് ചേട്ടായി കൊടുക്കുന്നത്. നമ്മുടെ അമ്പലം എന്ന് പറയുമ്പോഴത്തേക്കും 2 കൊടിമരങ്ങളുണ്ട് കേട്ടോ. 2 കൊടിമരങ്ങളും 2 മേൽശാന്തിമാരുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തുറവൂർ മഹാക്ഷേത്രം. ഭയം, ശത്രുദോഷം, രോഗപീഠ എന്നിവയൊക്കെ ഇല്ലാതാവാൻ ഈ മൂർത്തികളെ ആരാധിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. പിന്നെ ഉപദേവതകളായി ഗണപതി, ശിവൻ, ദുർഗാദേവി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവർക്കൊക്കെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. തുലാമാസത്തിലെ ദീപാവലി നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിലാണ് 9 ദിവസത്തെ ഉത്സവം ഇവിടെ. പിന്നെ നരസിംഹ ജയന്തി, അഷ്ടമി രോഹിണി, വിഷു, 10ാം ഉദയം, അങ്ങനെ ഒത്തിരി വിശേഷങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. എല്ലാ വ്യാഴാഴ്ചകളും ഏകാദശികളും ഒക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കേരളത്തിലെ വൈഷ്ണവ ദേവാലയങ്ങളിൽ അത്യപൂർവമായിട്ടാണ് വെടി വഴിപാട് കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ വെടി വഴിപാട്. നമുക്കിപ്പോൾ ആ വഴിപാടും പാൽപ്പായസമൊക്കെ ഉണ്ടായിരുന്നു വഴിപാടായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മളവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ക്ഷേത്രത്തിന്. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വലിയൊരു കുളമാണ് കാണുന്നത് കേട്ടോ. ചിലർ ഇങ്ങനെ ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം ഉഗ്രമൂർത്തികളാണ്, അപ്പോൾ അവരുടെ കോപം ശമിപ്പിക്കാനാണ് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഈ കുളമുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം ശരിയാണ് എന്താണ്, നമ്മളൊരു ഐതിഹ്യങ്ങളിലൊക്കെ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു തരുന്നതിൽ ഇങ്ങനെ വിശ്വസിക്കുന്നതാണല്ലോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ടാകും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ വലിയൊരു കുളമാണ് കേട്ടോ. നമ്മൾ ഈ ഹൈവേ സൈഡിൽ ഈ ബസ് റൂട്ടാണത്. NH ഹൈവേയിൽ നമ്മൾ കാണാം, സൈഡിലിരുന്ന് തുറവൂർ ജംഗ്ഷനിൽ തന്നെ നമുക്ക് കാണാം ഈ ഒരു വലിയ കുളമാണ് നമ്മൾ കാണുന്നത്. കുളത്തിൻ്റെ അപ്പുറത്തായിട്ട് അമ്പലം നമുക്ക് റോഡിൽ കൂടെ ബസ്സിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇത്തിരി പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നു, പക്ഷേ ഏറ്റവും വലിയൊരു കുളമാണ് കേട്ടോ ഇവിടെ. കുറച്ച് നേരം കുളത്തിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ പോയി നിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇന്നൊരു മഴയുള്ള ദിവസമായിരുന്നു, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ വേഗം അവിടെ നിന്ന് പോകാൻ നോക്കി. കുഞ്ഞുള്ളത് കൊണ്ട് അധിക സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. കുഞ്ഞിനെ നമ്മൾ അവിടെ ഫ്രണ്ടിലായിരുന്നു, മഴയൊന്നും നനയുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പാർക്കിംഗ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദൂരെയാണ് വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്ന് പോകണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുവാണ് കേട്ടോ. നമ്മൾ പാൽപ്പായസം വഴിപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വ്യാഴാഴ്ചയാണ് പോയത്. അപ്പോൾ
ഞായറാഴ്ചത്തേക്ക് വേണ്ടിയാണ് ഡേറ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ചേട്ടനെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് ചേട്ടൻ. ചേട്ടൻ്റെ പേര് സുധി എന്നാണ്. എന്തെങ്കിലും അമ്പലത്തിൽ വരുന്നവർ എന്ത് വഴിപാട് സാധനങ്ങൾ വേണമെങ്കിലും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അണ്ണനോട് ചോദിച്ചാൽ മതി കേട്ടോ. പറഞ്ഞു തരും. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വഴിപാടിനെ കുറിച്ചാണെങ്കിലും എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തേക്ക് നമ്മൾ പായസം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് ചേട്ടനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. ഞായറാഴ്ച ഇനി ഒന്നുകൂടെ വരണം. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് വഴിപാടൊക്കെ കൊടുത്ത് പായസമൊക്കെ കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും വരണം. അങ്ങനെ ഞങ്ങൾ അണ്ണനോടൊക്കെ ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അണ്ണൻ്റെ അടുത്ത് നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല ചെയ്യാനും. അണ്ണന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റോഡ് ചെറുതാണ്. നമ്മൾ വടക്ക് വശത്തുകൂടെയാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. ഫ്രണ്ടിൽ കുളമാണല്ലോ. അപ്പോൾ ആ റോഡ് കുറച്ച് ഇടുങ്ങിയതാണ്. അപ്പോൾ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യും സൈഡിലൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ ഇതുപോലെ വലിയ ലോറിയോ ബസ് റൂട്ടാണ് കേട്ടോ. ഇത് പ്രൈവറ്റ് ബസ് പോകുന്ന റൂട്ടാണ്. അപ്പോൾ വണ്ടികൾ വന്ന് അവിടെ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെ ഒരഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തോ ക്ലാഷ് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോയി കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റ് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ, സീ യു.